വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നും ഞാനൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അധികം ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യണോണ്ട് തന്നെ എന്നും ഒരേ കാര്യങ്ങളല്ലേ നമ്മൾ രാവിലെ ചെയ്യുക. നമ്മുടെ മോർണിംഗ് റൂട്ടീൻസും ഒക്കെ സെയിം തന്നെയല്ലേ. അപ്പോൾ എന്നും അതന്നെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നേ. പിന്നെ ഇന്നാണെങ്കിൽ എനിക്ക് രാവിലെ ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. കാരണം ചിൽഡ്രൻസ് ഡേൻ്റെ അന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്ലുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലക്കാർഡ്സും പിന്നെ ചാർട്ട് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. തൊപ്പി ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പണി രാവിലെയാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഓന് 10 മണിയായപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നതും ഞാനൊന്ന് ഫ്രീ ആയത് തന്നെ. അതുവരെ ഇങ്ങനെ ഓരോ പണി ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓന് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ അങ്ങനെ അതുമ്പോൾ ഡെസ്കുമ്പോൾ തന്നെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കോഫി വെക്കാനുള്ള സ്ഥലമൊന്നും ഡെസ്കിലില്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണേ. ഞാൻ വലിയൊരു ചാർട്ടിൽ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് ഒരു വലിയൊരു നമുക്ക് ഈ റാലിയിലൊക്കെ ഫ്രണ്ടിൽ പിടിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ചാച്ചാജിൻ്റെ ഒരു കുഞ്ഞു പിക്ചറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിനൊക്കെ വരക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേമാതിരി ഒന്നും ആയിട്ടില്ലെങ്കിലും, അതായത് ചാച്ചാജിൻ്റെ ഫേസ് ഒന്നും ആയിട്ടില്ലെങ്കിലും നമുക്ക് ആ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരു തൊപ്പിയും ഒരു റോസാപ്പൂ ഡ്രസ്സിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഏകദേശം ചാച്ചാജിയാണെന്ന് ഗസ് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് ഒട്ടിക്കുക അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഡെസ്കൊക്കെ ഞാൻ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം സാധാരണ പോലെ തന്നെ കോഫി കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗീവ് അവേ മറന്നു. ഗീവ് അവേ എന്താ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യാത്ത, അങ്ങനെ ഗീവ് അവേനെ കുറിച്ചിട്ടുള്ള കുറേ കമൻറ്റ്സ് നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ താഴെയൊക്കെ വരുന്നുണ്ട്. ഞാൻ മറന്നിട്ടില്ല കേട്ടോ, എന്തായാലും ഞാൻ മറക്കൂലല്ലോ. പിന്നെ കൊടുക്കാനുള്ള ഗിഫ്റ്റ്സൊക്കെ ഓൾമോസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലിയ സംഭവം ഒന്നുമല്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സോർട്ട് ചെയ്യാനും വിന്നറിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിക്കാനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് എന്തായാലും ഒരു വീക്കിൻ്റെ ഉള്ളിലെല്ലാം ഞാനത് പബ്ലിഷ് ചെയ്യണതാണ്. അങ്ങനെ അതിൻ്റെ കോഫി കുടിക്കലും കുറച്ച് നേരം ഫോണുമ്മ കളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു പഴം മുട്ടയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്ന് വെച്ചതുണ്ടായിരുന്നു. അമ്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. എനിക്കും നല്ല ഇഷ്ടമാണ്. കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടൊരു വികാരമില്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് വൈറ്റ് അങ്ങനെ വലിയ വികാരമൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ഈ ഒരു പിങ്ക് കളറിലുള്ളത് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഇതുകൊണ്ട് ജ്യൂസ്, സ്മൂത്തി, ഷേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഓരോ വീഡിയോകളൊക്കെ കാണാം, ഇങ്ങനെ ഓരോരുത്തർ ഇതുകൊണ്ട് ഷേക്ക്, പാലും ഐസ്ക്രീമൊക്കെ ഇട്ട് ഷേക്ക് അടിക്കണതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇന്നിങ്ങനെ ഒരു സ്മൂത്തി പോലെ ഉണ്ടാക്കി നോക്കാമെന്ന്. എനിക്കിങ്ങനെ വെറുതെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഒരു സ്മൂത്തി പോലെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അഡീഷണലി ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്തോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുമോ, ഈ ജ്യൂസ് അടിച്ചിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമാവുമോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാനൊരു റോബസ്റ്റ പഴം പിന്നെ ഒരു ഈത്തപ്പഴം, 2 ഈത്തപ്പഴം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടേന്. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ ഈ സ്മൂത്തി ഉണ്ടാക്കാനും ബാക്കി ഒരു പോർഷൻ ഞാൻ ഇങ്ങനെ ഇതിലാക്കി എടുത്ത് വെച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്ലു നഴ്സറി ഇട്ടെന്നിട്ട് ഓന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പകുതി ഓൻ തന്നെയാണ് കഴിച്ചിട്ടുണ്ടേനെ. അപ്പോൾ ബാക്കി ഇതായും കുറച്ചും കൂടെ എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോഴും എനിക്ക് നല്ല റേറ്റുള്ള പോലെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അതായത് ചില ഫ്രൂട്ട്സിനൊക്കെ ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ഒരു 50-60 രൂപക്കൊക്കെ നമുക്കൊരു ബോക്സ് വാങ്ങാൻ കിട്ടും. ചിലപ്പം നല്ലോണം കൂടും, ചിലപ്പോൾ കുറയും, സീസണിൽ കുറയുമല്ലോ. പക്ഷേ ഇതെന്താണെന്നറിയില്ല, എനിക്ക് എപ്പോഴും നല്ല പ്രൈസ് ഉള്ള പോലെ തോന്നിയിട്ടുള്ളത്. അങ്ങനെ സ്മൂത്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആ ഒരു കളറ് കാണാൻ വേണ്ടിയിട്ട് പിങ്കും കൂടെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ച് നോക്കിയപ്പോഴും എനിക്കിഷ്ടമായി കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നി. ഞാൻ അമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത നേരത്ത് അമ്മക്കൊന്നും വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോൾ ഒന്നും കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ക്ലീനിങ്, അതായത് വീട് അടിച്ച് വാരി തുടക്കാനൊക്കെയാണ് ഉണ്ടായിനെ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഫ്രഷായി ഫുഡ് കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നാൽ ഇന്നിനി എടുക്കണ്ടെന്ന് വിചാരിച്ച് നിന്നു കേട്ടോ. കാരണം ഫുഡ് കഴിക്കണതും അതൊന്നും ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ബാക്കി വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഈ രാവിലെ ഷൂട്ട് ചെയ്തതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യില്ല, അതെന്തായാലും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എന്നാൽ ബാക്കി ചെയ്യണ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ് കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ ഞാനത് കുറക്കാൻ വേണ്ടി മാക്സിമം ഇങ്ങനെ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എൻ്റെ പണ്ട് തൊട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെ തട്ടിക്കൂട്ടി വീഡിയോ എടുക്കുക എന്നുള്ളൊരു പരിപാടിയേ എനിക്കില്ല. ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ലതാവണം, വെളിച്ചം വേണം, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. വീഡിയോ എടുക്കണം മാത്രമല്ല അധിക കാര്യം ഞാൻ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. പക്ഷെ അത് നമുക്കത്ര നല്ല കാര്യമല്ല. കാരണം എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യൂന്ന് നമ്മൾ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളത് ചെയ്യലും ഭയങ്കര കുറവേ. കാരണം ഇപ്പോൾ എപ്പോഴും സൺലൈറ്റ് നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ സൺലൈറ്റ് വന്നാലേ ഞാൻ വീഡിയോ എടുക്കുള്ളൂ വിചാരിച്ച് അങ്ങനെ നിന്നാലെന്താ വീഡിയോ എടുക്കൽ ഭയങ്കര കുറവായി. കാരണം അപ്പോൾ അങ്ങനത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുറേ അത് കുറച്ചിട്ട് പെർഫെക്റ്റ് ആവണേനേക്കാളും നല്ലത് കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ള ആ ഒരു രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം നോക്കലുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചില ദിവസമൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നിട്ട് രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എപ്പോഴെങ്കിലും മഴ മൂടുക അങ്ങനെയൊക്കെ വരില്ലേ. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഒരു ഇരുട്ട്, രാവിലെയൊക്കെ നല്ല വെളിച്ചം, കാരണം കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു ഇരുട്ട് മൂടിയ പോലെ ആവും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടേ പോകും. കാരണം എനിക്ക് നല്ല സൺലൈറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് വീഡിയോ എടുക്കില്ല. അന്ന് വീഡിയോ എടുക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ ആ ഡേ ഇൻ മൈ ലൈഫ് രാവിലെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യൂലല്ലോ. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യും. അത്രയും നേരം ഞാൻ അടുത്ത എഫേർട്ടും ഷൂട്ട് ചെയ്തതൊക്കെ വെറുതെ ആവും, അന്നത്തെ ആ ഒരു വീഡിയോയും പോവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പെർഫെക്റ്റ് ആവണതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതല്ല, എന്നാൽ ഉള്ള വെളിച്ചത്തിൽ എടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ വെളിച്ചം കൂടി നമുക്ക് ബാക്കി കാര്യങ്ങൾ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലല്ലോ. പക്ഷെ ഞാൻ നല്ല സാഹചര്യം ഒത്തു വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ പറഞ്ഞ് എവിടേക്കോ എത്തി. ഇപ്പോൾ ഞാൻ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്യുകയാണ്. ഈ ഒരു ഹാമ്പറിൽ അപ്പോൾ ഒരു മിനി ഫ്രെയിമും ചോക്ലേറ്റ്സും പിന്നെ ഒരു ജാറാണ് കേട്ടോ ആഡ് ചെയ്യാനുള്ളത്. കുറച്ച് കോട്ട്സും മെസ്സേജസൊക്കെ എഴുതിയിട്ടുള്ള ഒരു ജാറ്. അപ്പോൾ ഈ ഗ്ലാസ് ജാർ ഞാൻ ഓൾറെഡി എച്ചുമാട്ടെന്ന് വാങ്ങിയതുണ്ടായിരുന്നു. ബാക്കി ഇതിൽ വേണ്ട കോഡ്സും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതും കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയാണെന്നുള്ള നോട്ട്സൊക്കെ. സോ അതൊക്കെ ഇനി ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് വേണം ഇതിൽ ആഡ് ചെയ്യാൻ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു പ്രിൻ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ 300 GSM-ലാണല്ലോ പ്രിൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയും കട്ടിയുള്ള ഷീറ്റ് ആകുമ്പോൾ ചിലപ്പം നമ്മൾ റോൾ ചെയ്യുമ്പോൾ ആ ഒരു വൃത്തിക്ക് കിട്ടൂല. പിന്നെ പ്രിൻ്റ് ചെയ്യലും എന്തോ കുറേ പണിയാണ്. ഓരോ മെസ്സേജ് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതാമെന്ന് തന്നെ കരുതി. ഇതിലേക്ക് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള A4 ഷീറ്റ്സൊക്കെ വേണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇവിടെ ഉള്ള ഇന്ന് അമ്ലുവിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് യെല്ലോ ഉണ്ടായിരുന്നു, അതും. പിന്നെ ഞാനൊരു റാപ്പിംഗ് ഷീറ്റിൻ്റെ ബാക്കിലുമാണ് കേട്ടോ ബാക്കി എഴുതിയിട്ടുള്ളത്, ആ ഒരു പർപ്പിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹാമ്പറും വേറൊരു ഹാമ്പറും കൂടെ ഇന്ന് സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇത് എനിക്ക് 2 ദിവസം, അതായത് മറ്റന്നാൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് കൊറിയർ ചെയ്യാനുള്ളതാണ്. സാധാരണ ഞാൻ എന്താ ചെയ്യില്ലെന്ന് വെച്ചാൽ എല്ലാം ഇപ്പം നാളെ കൊറിയർ ചെയ്യാനുണ്ടെങ്കിൽ ഇന്നാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുക, പാക്ക് ചെയ്യാനൊക്കെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ആ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മഴ പെയ്തു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിറ്റേന്ന് കൊറിയർ ചെയ്യണതും ഒക്കെ റിസ്ക് ചെയ്യും. കാരണം പിന്നെ പിറ്റേന്ന് രാവിലെ ആകെ സമയമില്ലാതെ വീഡിയോ എടുക്കാനും പാക്ക് ചെയ്യാനൊക്കെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഒരു ദിവസം മുന്നെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കലാണ്. അങ്ങനെ ആ മെസ്സേജസൊക്കെ എഴുതിയതിൻ്റെ ശേഷം ഞാൻ എല്ലാം കട്ട് ചെയ്ത് റോൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ആദ്യം ഇത് റോൾ ചെയ്തതിൻ്റെ ശേഷം ഞാൻ ജൂട്ടോയിൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കെട്ടാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ അതെന്തോ എനിക്ക് അത്ര ഒരു സ്റ്റൈലൊക്കെ കിട്ടാൻ നോക്കിയപ്പം അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ വീതി കുറഞ്ഞ സാറ്റിൻ്റെ റിബൺ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യലേ ഇല്ല കേട്ടോ, മുന്നേ വാങ്ങി വെച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് കെട്ടുന്നത്. കാണുമ്പോൾ വലിയ പണിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നല്ല പണിയുണ്ട് കേട്ടോ. കാരണം ചെറുതല്ലേ, അപ്പോൾ നമ്മളൊരു കൈ കൊണ്ട് ആ റോൾ ചെയ്ത് പിടിച്ചത് പോവാതെ വേണം കെട്ടിക്കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഓരോന്നും അതേപോലെ റോൾ ചെയ്തിട്ട് ബോട്ടിലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ അതാ കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള മെസ്സേജസൊക്കെ ഞാനങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബോട്ടിൽ പ്ലെയിൻ അല്ലേ, അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ത്യയിലുള്ള കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജാറിൽ ഒരു ഫ്ലവറും കുഞ്ഞു ഫ്ലവറും പിന്നെ ഈ ഒരു ഹാർട്ടിൻ്റെ സീക്വൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണത്. ഇത് വാങ്ങിയിട്ട് ഒരു 4 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ യൂസ് ചെയ്യൽ ഭയങ്കര കുറവ്. ഇങ്ങനെ ചില വർക്കിന് റെയർ ആയിട്ട് കുറച്ച് യൂസ് ചെയ്ത് അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഇപ്പോൾ എവിടെയും കിട്ടാനുമില്ല. എന്തായാലും എടുത്തു വെച്ചത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഈ ജാറൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള കുറച്ച് ഇങ്ങനത്തെ ലേസും കാര്യങ്ങളൊക്കെ റിബണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബോക്സിലുള്ള റിബൺസും ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യണതല്ല കേട്ടോ. ഇതേപോലത്തെ റെയർ ആയിട്ടുള്ള ഏതെങ്കിലും ടൈപ്പ് വർക്കിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം എല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇഷ്ടമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കണ സ്വഭാവം എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് പറയണം. അപ്പോൾ തിന്നണ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്താൽ കയ്യല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് പിന്നെ അത് കുറേ ദിവസം കഴിഞ്ഞിട്ടേക്കാരെ കഴിക്കുക. ശരിക്കും അതും നല്ല സ്വഭാവം നല്ല. കാരണം നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം, യൂസ് ചെയ്താൽ നമുക്ക് അതിനെ കൊണ്ടുള്ള യൂസ് എങ്കിലും കിട്ടും. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ച് ലാസ്റ്റ് ഇതും കൊണ്ട് എനിക്ക് എവിടേക്കും പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എടുത്ത് വെക്കണേനേക്കാളും നല്ലത് യൂസ് ചെയ്യുക തന്നെയാണ്. അങ്ങനെ ബോട്ടിൽ ഞാൻ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതിലിതാ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുള്ളൊരു നോട്ടും കൂടെ ഇങ്ങനെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിതാ ഇതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഹാമ്പർ ബോക്സ് വലിച്ചതാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സീക്വൻസ് ടച്ചിൻ്റെ ജാറ് ആ ഒരു ബോട്ടിൽ താഴെ വീണതും പൊട്ടലും എല്ലാം ഒരുമിച്ചതിനും. ശരിക്കും അതാണ് വീണ് പൊട്ടിയ സമയത്ത് എനിക്കൊരു ബ്ലാങ്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. കാരണം എന്തപ്പം ഉണ്ടായേ തോന്നില്ലേ ആ ഒരു അവസ്ഥയിന്. പിന്നെ മനസ്സിലായി പൊട്ടി, ഇനിയിപ്പോൾ നോക്കി നിന്നിട്ടൊന്നും കാര്യമല്ലാന്ന്. അപ്പോൾ ഇതാണെങ്കിൽ തീരെ കട്ടിയില്ലാത്ത ടൈപ്പ് ജാറാണ്. അതുകൊണ്ട് തന്നെ നല്ല കുഞ്ഞു പീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ആ വലിയ പീസൊക്കെ ഒന്ന് പെറുക്കി ഒരു പേപ്പറിലാക്കി വെച്ചതിന് ശേഷം ബാക്കി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന് കരുതി. കാരണം നോക്കിക്കുന്തോറും എനിക്ക് സങ്കടമാവും. പിന്നെ അപ്പോഴത്തിന് വെയിലും പോയി വീഡിയോ എടുക്കലും നടക്കൂല. അപ്പോൾ പിന്നെ ഞാൻ ഹാമ്പറൊക്കെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പെൻപാലിൻ്റെ വീഡിയോ എടുക്കാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ച് റൂമിൽ വന്നതിന് ശേഷം ഞാൻ ഇതിൽ കുഞ്ഞു ഞാൻ പറഞ്ഞല്ലോ തീരെ കട്ടിയില്ലെന്ന്. അപ്പോൾ കുഞ്ഞു ചില്ല് കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഈ സീക്വൻസ് വാരിയിട്ട് ബോട്ടിലിൽ ഇട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ തരം തിരിച്ചിട്ട് അതിന് ചില്ല് തീരെ അല്ലാത്തത് നോക്കിയിട്ട് എടുക്കാട്ടെ ചെയ്തത്. അതായത് തീരെ താഴെയുള്ള എടുക്കാതെ മുകളിൽ നിന്ന് കുറച്ചുള്ളത് മാത്രം പെറുക്കിയെടുക്കുകയാണ് ചെയ്തത്. ഒരു പകുതിയിലേറെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അങ്ങനെ വേസ്റ്റായി. പിന്നെ നമുക്ക് എടുക്കാനുള്ളൊരു നിവൃത്തിയില്ലല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത് എന്തിനാ അത്രയും കാലം എടുത്ത് ചീനയെന്ന് മനസ്സിലായില്ലേന്ന്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള സീക്വൻസൊക്കെ ഞാൻ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ഒരു വേറെ വലിയ ജാറുണ്ടായിരുന്നു, അതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ആ ജാറിൽ മാറ്റിയതിന് ശേഷം പിന്നെ അത് ഡെസ്കിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാട്ടോ ചെയ്യണത്. ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇന്ന് പൊട്ടിയില്ല, അതേപോലെ എന്തെങ്കിലും ചാടി പൊട്ടിയാലോ, അതായത് എൻ്റെ ഫേവറേറ്റ് മഗ് ചാടി പൊട്ടിയാലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണാതായാലോ പോയാലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. കുറേ ദിവസം ഞാനത് ആലോചിച്ചിരിക്കും. പറയുമ്പോൾ വലിയ സംഭവം അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കി. കാരണം പോയത് പോയി, എന്തായാലും അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നമുക്ക് വലിയ യൂസൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം കഴിഞ്ഞു എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. പിന്നെ അതെല്ലാം കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇന്ന് ചായ അല്ലായിരുന്നു കേട്ടോ, അവിൽ മിൽക്കാണ് അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതിന്. അപ്പോൾ സെപ്പറേറ്റ് അതായത് ഓരോരുത്തർ കുടിക്കുന്ന സമയത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ കുടിക്കാനായപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. ആദ്യം ഞാൻ പഴം നല്ലോണം മാഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചസാര വേണ്ടവർക്ക് ഈ സമയത്ത് തന്നെയാണല്ലോ ആഡ് ചെയ്യുക. ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ലായിരുന്നു. പഴം മാത്രം അങ്ങനെ ഒന്ന് ചെറുതായി ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവിലും പാലും പൊരിയാവിലാണ് എടുത്തിട്ടുണ്ടായിന്. ഈ പുറത്തൊക്കെ പോയിട്ട് അവിൽ മിൽക്ക് കുടിക്കുക, പപ്സ് കഴിക്കുക, അതൊക്കെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ, എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവിൽ മിൽക്ക് അതായത് നീളം കൂടിയിട്ടുള്ള വീതി കുറഞ്ഞിട്ടുള്ള ഗ്ലാസ്സിലേക്ക് അധികം ഷോപ്പൊന്നും കിട്ടുക. എന്നിട്ട് പിന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്യലും കഴിക്കലൊക്കെ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഗ്ലാസ്സിൽ ഉണ്ടാക്കണതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ കുറച്ച് പരന്ന എന്തെങ്കിലും ബൗളിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞാനിത് ആ റൂമിൽ വന്നിട്ട് അതൊക്കെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഴം നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി അങ്ങനെ അത് കഴിക്കുകയാണ്. പിന്നെ ഞാൻ രാത്രി അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.